നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലിപ്പൊടിയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഇത്ര സാധനങ്ങളായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പച്ചരി. ഇത് പുഴുക്കലരി വേണമെങ്കിൽ നമുക്കെടുക്കാം കേട്ടോ. നമ്മൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു അരി പച്ചരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലപ്പരിപ്പ്. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ കടലപ്പരിപ്പ് അതൊരു കപ്പുണ്ട്. ഇത് ഒരു കപ്പ് അരിയും വേണമെങ്കിൽ എടുക്കാം. ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അരി പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ്. ഇത് മുഴുവനെയുള്ള ഉഴുന്ന് പരിപ്പ് എടുക്കാം, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്ന് പരിപ്പ് എടുക്കാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇനി വേണ്ടത് കായം. കട്ട കായം തന്നെ ചേർക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ നല്ലത്. കട്ട കായമാണ് നമുക്ക് ഏറ്റവും ഫ്ലേവർ കിട്ടുന്നത്, ടേസ്റ്റ് കൂടുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇനി വേണ്ടത് ഒരു 6 കഷ്ണം വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ എള്ള്. ഇത് കറുത്ത എള്ളും ചേർക്കാം, ഇതുപോലെ വൈറ്റ് കളറിലുള്ള എള്ളും ചേർക്കാം. ഇനി വേണ്ടത് ഒരു 12 വറ്റൽമുളക്. ഇത് എരിവുള്ള വറ്റൽമുളകാണ്. ഇതൊരു 12 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഒരുപാട് കൂടി പോകണ്ട, ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് കുറച്ച് മതി, ഒരു 4-5 ഇതള്, 4-5 തണ്ട് കറിവേപ്പില. ഇനി ഇതൊരു 13 ഉണ്ട്. വറ്റൽമുളക്, പിരിയമുളക്, കാശ്മീരി മുളക് ഉണ്ടല്ലോ, അതൊരു 13 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഇഡ്ഡലിപ്പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. ഒരു കറിയും വേണ്ട, ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും. പക്ഷേ ഞാനത് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കായം, ഈ കായം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. വേണേൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഫ്രൈ ആക്കിയെടുക്കാം. അല്ലാതെ ഇതുപോലെ വെറുതെ നമുക്ക് ഇങ്ങനെയും ഫ്രൈ ആക്കിയെടുക്കാം. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നല്ലെണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇഡലിപ്പൊടി അങ്ങനെ തന്നെ വെറുതെ നമുക്ക് ഇഡലിയോ ദോശയോ കഴിക്കുന്ന കൂട്ടത്തിൽ ഇഡലിപ്പൊടി മാത്രമായിട്ട് കഴിക്കാം. എനിക്കിഷ്ടം സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ നമുക്ക് കഴിക്കാം. കുറച്ച് നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണയിൽ ചാലിച്ചിട്ട് നമുക്ക് അത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഇഷ്ടം സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ട് നമ്മുടെ ഈ കായം ഫ്രൈ ആയി വരും. അപ്പോൾ കായം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് കോരി മാറ്റാം. അടുത്തത് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് 2 നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. വറ്റൽമുളക് ഫ്രൈ ആക്കുമ്പോൾ ഇതിൻ്റെ ഞെട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇപ്പോഴെടുക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വീണിട്ട് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ചുമയൊക്കെ വരും. അതുകൊണ്ട് വറ്റൽമുളകിൻ്റെ ഞെട്ടെടുക്കുന്നത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിക്കുന്ന സമയത്ത് ഇതിങ്ങ് അടർത്തിയെടുക്കാം. നന്നായിട്ടങ്ങ് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും, നമ്മുടെ മുളക് ഫ്രൈ ആയി വരികയില്ല. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇഡലിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, തണുക്കട്ടെ. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നെന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫ്രൈ ആകാൻ ഒരു അല്പ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഒരു 2 മിനിറ്റിന് ശേഷമാണ് അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കുന്നത് അരിയാണ്, പച്ചരി. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്.
നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അടുത്ത സമയമായിട്ട് എൻ്റെ ഇഡ്ഡലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇഡ്ഡലിയും ദോശയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടെ മിക്കവാറും ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന ഒരു വിഭവം തന്നെയാണല്ലോ അത്. അപ്പോൾ അതില്ലാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ തവി ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റേതൊരു കുഞ്ഞ് ഒരു തവിയല്ലേ, അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതുപോലുള്ള പാനിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ ചിരട്ടത്തവിയോ അല്ലെങ്കിൽ നമ്മുടെ സിലിക്കോണിൻ്റെ എന്തെങ്കിലും സ്പാച്ചുലകൾ ഇതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഈ കുഞ്ഞ് വേറൊരു തവി മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരണം. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലിപ്പൊടി കേടായി പോകാൻ ചാൻസ് ഉണ്ട്. 1 മാസം വരെ എന്തായാലും കേടാകാതെ ഇരിക്കും. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിതിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്നില്ലേ, ആ സമയത്ത് ഇത് നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ സമയത്തേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കുറച്ചൊന്നും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഇതിനകത്ത് 2 വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യാതെ അറിയാതെ അതിൽ വീണിട്ടുണ്ടായിരുന്നു. അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഇഡ്ഡലിപ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലിരിക്കുന്ന നല്ലതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സാമ്പാറോ ചട്നിയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കുറച്ചെടുത്തിട്ട് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് ചാലിച്ചിട്ട് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള്, കറുത്ത എള്ള് വേണമെങ്കിലും ചേർക്കാം, ഇതുപോലെ വെള്ള എള്ള് വേണമെങ്കിലും ചേർക്കാം. നല്ലതാണ് കേട്ടോ. എള്ള് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ നമുക്കതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒരുപാട് മുമ്പിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതും നമുക്ക് ഇതുപോലെ 1 കപ്പിന് 1 കപ്പ് അരിയും ഇതൊക്കെ എടുത്തില്ലേ, 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തില്ലേ, ഉഴുന്നുമൊക്കെ, അതുപോലെ 1 കപ്പ് എള്ള് വേണമെങ്കിലും ചേർക്കാം. അതെനിക്ക് അത്രയ്ക്കും കൂടെ താല്പര്യമില്ല. ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇതിനാണ്, ഇത്രയും ചേർക്കുമ്പം. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതാ കണ്ടോ, ഇതിൻ്റെയൊക്കെ കളറ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരല്പസമയം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കറിവേപ്പില ആ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആകണം, എന്നാൽ ഒട്ടും കരിഞ്ഞു പോകാനും പാടില്ല. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. കറിവേപ്പിലൊക്കെ ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കേടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കറിവേപ്പില ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റാം. ഇഡ്ഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമേ വരാം. താങ്ക്